ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ എന്ത് സംഭവിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചാ വന്നത്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടന്നു. ഇപ്പൊ എനിക്ക് ഒരുപാട് സമാധാനമുണ്ട് പ്രമി. ചെയ്യാൻ കാര്യങ്ങൾ ഇനി ഒരുപാടുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടല്ലോ, അതാണ് സമാധാനം. അമ്മാവാ, എന്നൊന്ന് അനുഗ്രഹിക്കേ. ദീർഘായുസായിരിക്കട്ടെ മോനെ. ഇന്ന് മുതൽ നീ ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ വീട്ടിലെ മരുമകനാ. വാ, എന്ത് ഡയലോഗി പറഞ്ഞേ. അമ്മോനെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. സമാധാനമായി. എന്തായാലും ഇവിടെ ആഗ്രഹിച്ചോലൊന്നും നടക്കില്ലല്ലോ. ദൈവം വലിയവനാ. ഇനി എന്തെല്ലാം കാണണോ എന്തോ. നിശ്ചയത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചതല്ലാതെ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെയൊക്കെ ഈ സന്തോഷം എത്രയും പെട്ടെന്ന് തല്ലിക്കെടുത്തിയില്ലെങ്കിൽ എന്റെ പേര് സുഹാസിനി എന്നല്ല. പുകഴ്ത്തി സംസാരിക്കുന്നു. അതേടി മുതുക്കി പുകഴ്ത്തും. അതിനിപ്പോ എന്താ നീ എന്താണ് ഇതെന്താ ചേച്ചി, നമ്മൾ നടത്തിയ കളി ജയിക്കാറായപ്പോഴേക്കും മഴ വന്ന് നശിപ്പിച്ചല്ലോ. ഇനിയിപ്പോ ആര് ജയിക്കും ചേച്ചി? എപ്പോഴും നന്നായിട്ട് കളിക്കുന്നവർ തന്നെ ജയിക്കണമെന്നില്ലല്ലോ പ്രഭാകര. എൻഗേജ്മെന്റ് ഫിക്സ് ആയി എന്നും പറഞ്ഞു ആ പ്രമേള വല്ലാതെ നെകളിക്കുന്നുണ്ടല്ലോ. ഇനി വിക്കി തന്നെ അവളുടെ വീട്ടിൽ പോയിട്ട് ഏട്ടൻ കല്യാണം കഴിക്കാതെ എന്റെ കല്യാണം നടക്കില്ല എന്നവൻ പറയും. ഒരു കല്യാണം തന്നെ നിന്നുപോയി. ഇനി മറ്റൊരു കല്യാണം എൻഗേജ്മെന്റ് വരെ എത്തിയിട്ട് നിന്നുപോയാൽ ആരതി എന്ന് പറയുന്നവളുടെ പേരിനുമേൽ ഒരു ബോർഡ് കൂടി വീഴും. അപ്പോഴേ എന്റെ റിവെഞ്ച് തീരുള്ളൂ. ആഹാ, അവസാനം നമ്മൾ വിചാരിച്ചാലും ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു. കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി നടത്തിയത് കൊണ്ട് പ്രോഗ്രാം മൊത്തത്തിൽ സക്സസ് ആയിരുന്നു. മാമാ, മനസ്സിലായി. ഇവിടെ ഇന്ന് രാവിലെ പ്രോഗ്രാമിന് നേരത്തെ ഉണർന്നല്ലേ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ഫംഗ്ഷനിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ഫ്രഷ് ആവാനൊന്നും പറ്റിയിട്ടില്ല. ദേ നോക്കിയാൽ ഞാൻ ആകെ മുഷിൻ ചീഞ്ഞിരിക്കാം. ഞാനൊന്ന് ഫ്രഷായി വന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. വിക്കി, ഒരു മിനിറ്റ്. ഇത്രയും ദിവസം നിന്റെ ഉറക്കത്തിന് എന്തായിരുന്നു ഡിസ്റ്റർബൻസ്? ഒരുപാട് പ്രഷറിന് ശേഷം എന്റെ കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ആയി. എന്റെ ഡ്രീം ഗേളിനെ കല്യാണം കഴിക്കണം എന്നുള്ള സ്വപ്നം നടക്കുന്നു. ഇപ്പൊ ഉറപ്പായി. ഇനിയിപ്പോ സുഖമായിട്ട് ഉറങ്ങാലോ.
സുഹാസിനി എന്തു പറ്റി? മദറിന്റെ എന്തു പറ്റി? ചേട്ടാ വിക്കി, അവനെ വിളിക്കണ്ടേ? നിനക്ക് നിന്റെ ചേട്ടനേക്കാളും വലുത് നിന്റെ ആഗ്രഹം നടക്കുക എന്നുള്ളതല്ലേ? ഇല്ലമ്മേ, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ചേട്ടനാണ് ലൈഫ് ലൈൻ. എനിക്കൊരിക്കലും ചേട്ടനെ കൈവിടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവനെ കല്യാണത്തിന് സമ്മതിപ്പിക്കണം. അമ്മ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവൻ അതിലൊന്നും താല്പര്യമില്ല. സുഹാസിനി, അവൻ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് നിർബന്ധിക്കുന്നത് ഒരിക്കലും ശരിയല്ലെന്ന് ഞാൻ പറയൂ. നിങ്ങൾക്കാർക്കും അവനെപ്പറ്റി ഒരു ചിന്തയുമില്ല. ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം അവ ഒറ്റയ്ക്ക് തന്നെ കെട്ടിപ്പൊക്കിയതാ. ഇപ്പൊ അവന് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. പക്ഷെ മുന്നോട്ട് പോകുമ്പോ അവൻ ഒറ്റപ്പെട്ടു പോകും. എന്റെ മോൻ ഒറ്റയ്ക്കായി പോ. അമ്മ പ്ലീസ് ഒന്ന് സമാധാനായിട്ടിരിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഡോണ്ട് വറി. അവന്റെ അടുത്ത് നീ സംസാരിക്കൂ. ഇതെന്താ ചേച്ചി, നമ്മൾ നടത്തിയ കളി വിജയിക്കാറായപ്പോഴേക്കും മഴ ഒന്ന് കുളമാക്കിയല്ലോ. ഇനിയിപ്പോ ആരാ ചേച്ചി ജയിക്കുക? എപ്പോഴും നന്നായിട്ട് കളിക്കുന്നവർ തന്നെ ജയിക്കണമെന്നില്ലല്ലോ പ്രഭാകര. എൻഗേജ്മെന്റ് ഫിക്സ് ആയി എന്നും പറഞ്ഞു ആ പ്രമേള വല്ലാതെ നെകളിക്കുന്നുണ്ടല്ലോ. ഇനി വിക്കി തന്നെ അവളുടെ വീട്ടിൽ പോയിട്ട് ഏട്ടൻ കല്യാണം കഴിക്കാതെ എന്റെ കല്യാണം നടക്കില്ല എന്നവൻ പറയും. ഒരു കല്യാണം തന്നെ നിന്നുപോയി. ഇനി മറ്റൊരു കല്യാണം എൻഗേജ്മെന്റ് വരെ എത്തിയിട്ട് നിന്നുപോയാൽ ആരതി എന്ന് പറയുന്നവളുടെ പേരിനുമേൽ ഒരു ബോർഡ് കൂടി വീഴും. അപ്പോഴേ എന്റെ റിവെഞ്ച് തീരുള്ളൂ. ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ. ആഹാ, വിക്കി ചേട്ടനാണല്ലോ. എന്താ ചേട്ടാ, എൻഗേജ്മെന്റ് ഫിക്സ് ആയതിനു ശേഷം എപ്പോഴും ചേച്ചിയോട് സംസാരിച്ചോണ്ടേ ഇരുന്നിട്ട് നമ്മളെയൊക്കെ മറന്നോ? ഇന്ന് എന്ത് പറ്റി വിളിക്ക്? ഈ കാര്യത്തിൽ നിനക്ക് മാത്രമേ സഹായിക്കാൻ പറ്റൂ. ഇതെന്ത് പറ്റി ചേട്ടാ, സൗണ്ട് വല്ലാണ്ടിരിക്കുന്നേ? എന്താ നിങ്ങൾക്ക് എൻഗേജ്മെന്റ് ഫിക്സ് ആയത് ഇഷ്ടായില്ലേ? ചേച്ചി, ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും ഈ ലോകത്ത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നേ? എന്താ കാര്യം പറ. എനിക്ക് ചേട്ടനെ കാര്യം ഓർത്തിട്ട് വിഷമമൊന്നു. വേദാന്തിന് എന്താ പറ്റിയത്? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. എപ്പോ നോക്കിയാൽ അഹങ്കാരി നിന്നെ ചേട്ടനെ വിളിച്ച് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു വാക്ക് അവനെ കുറിച്ച് ടെൻഷൻ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആദ്യ പിടിച്ചിങ്ങനെ ഒറ്റക്കാലം നിൽക്കുന്ന നീ മാത്രമായിരിക്കും. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വിഷയമൊന്നും മാറ്റണ്ട. അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും പറ്റിയിട്ടില്ല, ചേട്ടന ഓക്കെ ഇപ്പൊ. പക്ഷെ എന്റെ ടെൻഷൻ അവന്റെ കല്യാണത്തെ കുറിച്ച്. എന്താ ഈ പറയുന്ന ചേട്ടാ? ആ അഹങ്കാരിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. ആശുപത്രിയിൽ വിളിച്ചോണ്ട് പോയി ഒരു വലിയ ഇഞ്ചക്ഷൻ കൊടുത്താ അതൊക്കെ മാറി കിട്ടിയേനെ. പക്ഷെ ചേട്ടൻ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരിക്കലും മാറില്ലാത്ത ഒരു അസുഖത്തെ പറ്റിയാ. നിനക്ക് എന്റെ ഫീലിങ്സ് മനസ്സിലാവുന്നില്ല റോഡി കൊച്ചെ. ചേട്ടൻ ചെറുതായിരുന്നു മുതൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കും ആദ്യക്കൊക്കെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഉള്ളതിനേക്കാളും കെയറിങ് ചേട്ടന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് തോന്നാറ്. അവൻ എത്രത്തോളം സ്ട്രിക്റ്റ് ആണെങ്കിലും അവൻ ഞങ്ങൾ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അതൊക്കെ ശരിയാ ചേട്ടാ, പക്ഷേ അത്രയൊക്കെ ചെയ്ത് അവന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ചേട്ടന്റെ കല്യാണം ആവാതെ ഞാൻ കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കാനായിട്ട് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അഹങ്കാരം പോവാതെ കല്യാണം നടക്കില്ല, കല്യാണം കഴിക്കാതെ അഹങ്കാരവും പോവില്ല. ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലിനൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങളുടെ ചേട്ടനാ. ഐം സീരിയസ് റൗഡി കൊച്ചേ. ശരി ശരി, ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചേട്ടനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കാം. വേറെ വഴിയൊന്നുമില്ല എന്നിട്ടാ. ചേട്ടൻ വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്ന ഒരിക്കലും നടക്കാത്ത കാര്യത്തെ പറ്റിയാണല്ലോ. ഇതൊരുമാതിരി അമാവാസി രാത്രിയില് എവിടുന്നായാലും സൂര്യനെ കണ്ടുപിടിച്ചാ മതി എന്ന് പറയുന്ന പോലെ ആയി പോയല്ലോ ഈ തന്ന ജോലി. നടക്കൂന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല ചേട്ടാ. നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല റൗഡി കൊച്ചേ. അമ്മയാണെങ്കിൽ ഈ കാര്യം ഓർത്ത് എപ്പോഴും അപ്സെറ്റ് ആവുക.
നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. എത്ര പ്രാവശ്യം ഈ റൗഡിസം വിടണമെന്ന് വിചാരിച്ചാലും അതൊരിക്കലും നടക്കാനേ പോകുന്നില്ല എന്നാ തോന്നുന്നേ. വീണ്ടും ഈ ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങണം എന്നാണോ പറയുന്നേ? ശരി, വീണ്ടും പകുതിയായിട്ട് നിൽക്കുന്ന ഓപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്താ പോരെ? നീ എന്ത് പറയുന്നോ അത് തന്നെ നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. സെയിം ടു ചേട്ടാ. സോറി ചേട്ടാ, ഞങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ പരിണാമം നീ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്ന അറിയില്ല. പക്ഷെ എല്ലാം നിന്നെ നല്ലതിന് വേണ്ടിയിട്ടാ. എപ്പോ നോക്കിയാലും ഇവളുടെ ഓർമ്മയാണല്ലോ മനസ്സില്. ഇവളെന്താ വല്ല ബാധയുമാണോ? രാക്ഷസി. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കാണിച്ചു തരാം. ആ അഹങ്കാരി വിചാരിച്ചിരിക്കുന്നതേ അവനാ ഏറ്റവും വലിയ സുന്ദരനെന്നാ. കല്യാണം നടക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവന്റെ കാലില് വീഴണോ? ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഞാൻ ശരിയാക്കി തരാം. സിം ചേഞ്ച് ആയി. ഹലോ, വേദാന്ത് ഹിയർ. മിസ്സസ് വേദാന്ത് മേനോന സംസാരിക്കുന്നത്. ഏയ്, എന്താ ഈ സംസാരിക്കുന്നത്? വല്ല ബോധമുണ്ടോ? ബ്ലഡി ഇഡിയറ്റ്. അതല്ലേ ഞാൻ പറഞ്ഞേ, മിസ്സസ് വേദാന്ത് മേനോന സംസാരിക്കുന്നേന്ന്. ആർ യു കിഡിങ് മീ? ബ്ലഡി നോൺസെൻസ്. ഫോൺ വെക്കേ. ഒരു മിനിറ്റ്, ഫോൺ വെക്കല്ലേ. എന്റെ ഫോൺ കോളിനെ അത്രയ്ക്ക് അങ്ങ് ഒഴിവാക്കൊന്നും ചെയ്യില്ലേ. ഈ ഒരു കോളിന്റെ പുറകില് എത്ര കഷ്ടപ്പാടും എത്ര ഫീലിങ്സും ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? വെറുതെ എന്റെ വായിലിരിക്കുന്ന കേക്കണ്ട. എന്ത് ഫീലിങ്സാ നിനക്ക്? ഡാഡിയും മമ്മിയൊക്കെ ഉറങ്ങിയതിനു ശേഷം ആരും കേൾക്കാതെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് നല്ല കഷ്ടപ്പാടുള്ള കാര്യല്ലേ. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വിളിച്ചിട്ടും എന്തിനാ വിളിച്ചെന്ന് പോലും ചോദിക്കാതെ ഫോൺ കട്ട് ചെയ്യാണല്ലേ. ആദ്യം നീ ആരാണെന്ന് പറയേ, എന്നിട്ട് സംസാരിക്കേ. നിങ്ങൾക്ക് ഞാൻ ആരാണെന്നുള്ള കാര്യമൊക്കെ അറിയാം. എന്നാലും എന്റെ വായിന്ന് അത് കേൾക്കാൻ വേണ്ടിയില്ലേ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നേ? ഞാൻ നിങ്ങളുടെ ഒരു ഫാനാ. ഷട്ട് അപ്പ്. തോന്നിവാസം പറയല്ലേ. നിനക്കൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, അവരെല്ലാരും ഉറങ്ങിയതിനു ശേഷം ഞാൻ വിളിക്കുള്ളൂന്ന്. ഈ അസമയത്ത് ഒരു പയ്യനോട്, അതും ആരാന്നറിയാത്തൊരു പയ്യനോട് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ തെറ്റാന്ന് നിനക്ക് അറിയില്ലേ? നല്ല തമാശയൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങള്. നിങ്ങളെ എനിക്കറിയാലോ. എന്റെ ഓരോ ഹാർട്ട് ബീറ്റ് പോലും നിങ്ങളുടെ പേരാ പറഞ്ഞോണ്ടിരിക്കുന്നെ. ഈ വേൾഡിൽ എന്നെക്കാളും നല്ലൊരു ഫാനിനെ എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും അതൊക്കെ വിട്ടേക്ക്. നിങ്ങളുടെ ആ മുഖത്തിന്റെ ഭാവങ്ങൾ പോലും എനിക്കെപ്പോഴും പെട്ടെന്ന് മനസ്സിലാവും. നീ പറയുന്നൊക്കെ സത്യമാണെങ്കിൽ 3 നേരവും ഭക്ഷണം കഴിക്കാതെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നിന്റെ പൂജാമുറിയിൽ എന്റെ ഫോട്ടോയാണോ തൂക്കിയിരിക്കുന്നത്? അതുകൊള്ളാലോ, അതും നല്ലൊരു ഐഡിയ. ഇനി കൂടുതൽ സംസാരിച്ച് ഞാൻ ഫോൺ കട്ട് ചെയ്യും. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? അഭിമാനിക്ക് അഭിമാനം തന്നെ എപ്പോഴും ഭക്തി. അഭിമാനം രക്ഷിച്ച ആള് തന്നെയായിരിക്കും എപ്പോഴും ദൈവവും. സത്യം പറഞ്ഞാ ഞാൻ ശരിക്കും നിങ്ങളുടെ ഒരു ഭക്ത തന്നെയാ. സീരിയസ് ആയിട്ടാണോ? ഫാൻസ് ഒരിക്കലും കള്ളം പറയില്ല. അങ്ങനെ ആര് പറഞ്ഞു? ആരെങ്കിലും എന്നെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലോ? വേറെ ആരുടെയും കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ചോദിച്ചാലും ഞാൻ എപ്പോഴും നിങ്ങളുടെ പേര് തന്നെയായിരിക്കും പറയുന്നത്. Will you just stop it? ഇങ്ങനെ എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. ഇനി ഏതെങ്കിലും സംസാരിച്ചോണ്ടല്ലോ, വെക്കടി ഫോണ്. നിങ്ങൾക്ക് പെണ്ണുങ്ങളെന്ന് വെച്ചാ ഇത്രയ്ക്കും ദേഷ്യമായിട്ടുള്ള കാര്യമാണോ? സ്ത്രീകളെ വഴക്ക് പറയുമ്പോ പോലും എത്ര സ്നേഹത്തോടെ റെസ്പെക്റ്റോടെ ഈ വഴക്കൊക്കെ പറയുന്നേ, അതെനിക്കിഷ്ടായി. ഓരോ ദിവസം കഴിയുന്തോറും എന്റെ ഇഷ്ടം കൂടുന്നു. വാട്ട്? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അതെ, നിനക്ക് വട്ടാണോ? നിങ്ങളുടെ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോ ഈ സമയം കഴിഞ്ഞു പോവാതെ ഇപ്പോഴും ഈ സന്തോഷത്തോടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനേ തോന്നുന്നു. എനിക്കും നിങ്ങളെ പോലെ ഒരു ഹേർട്ട് മാത്രമേ ഉള്ളൂ വേദാന്ത്. അതിൽ ഓരോ മിടിപ്പും എപ്പോഴും നിങ്ങളുടെ പേരാ പറയുന്നത്.
എന്നോട് നീ ശൃംഗരിക്കാനൊന്നും നിൽക്കണ്ട. ഐ ഹേറ്റ് ദിസ് ബ്ലഡി നോൺസെൻസ്. എന്നെ പോലെ ഇത്രയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെ സംശയിക്കാമോ? അത് തെറ്റല്ലേ? എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. ഫോൺ വെച്ചിട്ട് പോടി. ആയിക്കോട്ടെ, ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ നിന്നെ സിൻസിയർ ആയിട്ട്, പ്യുവർ ആയിട്ട്, സ്വല്പം പോലും കളങ്കമില്ലാതെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്ത് കാണിക്കാം. നീ നിന്റെ കാര്യം നോക്കി ഫോൺ വെച്ച് അതിനേക്കാളും വലിയ ഫേവർ വേറൊന്നുമില്ല. ഛീ, Damn it. രാവിലെ തന്നെ ഈ നമ്പർ ബ്ലോക്ക് ചെയ്തിടണം. പെണ്ണുങ്ങളിൽ നിന്ന് എത്ര ദൂരം മാറി നടന്നാലും പിന്നെ അവരെന്റെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേദാന്തി ശരിക്കും ഒരു പിശാച് തന്നെയാ. കഴുത, കൊരങ്ങ്, പിശാച്. അല്ല, ഒരു കല്യാണം കഴിച്ചാ ഇവനിപ്പോ എന്താ പറ്റാൻ പോകുന്നേ? ഇവന്റെ കമ്പനിയിൽ എന്താ ഭൂകമ്പം ഉണ്ടാവോ? അതോ ഇനി ഇവന്റെ വീട്ടിൽ പോയി ആരെങ്കിലും ബോംബിടാൻ പോകുന്നുണ്ടോ? പോട്ടെ, ലവ് മാരേജ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ചെയ്യുന്നതിൽ എന്താ പ്രശ്നം? 3 നേരം എന്റെ അമ്മ എന്ന് പറയുന്നുണ്ടല്ലോ. അവര് കാണിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയെങ്കിലും കല്യാണം കഴിക്കാൻ പാടില്ലേ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി, എന്നിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ എന്ന് പറയുന്ന ഈ കാലത്ത് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ബിൽഡപ്പ് കൊടുക്കുന്നു. പണ്ട് കാലത്തെ ആദിവാസികള് ഇപ്പോഴും ഉണ്ടെന്ന് ഇവനെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നേ. മിസ്സസ് വേദാന്ത് മേനോന സംസാരിക്കുന്നേ. ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ. ചെയ്ത് കാണിക്കാൻ ഞാൻ. വിക്കി ബോസ്, നമ്മുടെ ചീത്ത സമയം പോയെന്ന് പറഞ്ഞാലും ദൈവം നമ്മുടെ ചെകിട്ടത്ത് വന്ന് അടിക്കും അല്ലേ? അതെന്താ? നിങ്ങളെ സിനിമയ്ക്ക് വിളിച്ചോണ്ട് പോയാൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ എന്നെ നടത്തേക്കാണല്ലോ ചെയ്യുന്നത്. മിസ്റ്റർ സുമേഷ്, അമ്മയ്ക്കാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും കുടിച്ചിട്ട് വരുന്നുള്ള ഡൗട്ട് ഉണ്ട്. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് സേഫ് അല്ലാത്തോണ്ട് ഈവനിങ് ടൈമിൽ ഞാൻ വണ്ടി എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ട് മേളിൽ നിന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഡ്രൈവറെ വിളിച്ചിട്ട് വരായിരുന്നു വിക്കി ബോസ്. ഇന്നാണെങ്കിൽ അവൻ ലീവ് എടുത്തിരിക്കാം. ആഗ്രഹിച്ചു കിട്ടിയ പാലില് പൂച്ച മൂത്രം ഒഴിച്ചതുപോലെ എന്റെ തലവിധി ഇങ്ങനെയായി പോയി. ടാക്സി വല്ലതും കിട്ടും, വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് വിചാരിച്ചിട്ടാ വന്നത്. പക്ഷെ അതും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ നടരാജ സർവീസ്.